2024 കുസാറ്റിലേക്കുള്ള ഡിഗ്രി കോഴ്സുകളുടെയും അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ. അതിൽ ഈ ബി.ടെക് +2 ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കുള്ള ബി.ടെക് പ്രോഗ്രാമുകൾ ഏകദേശം ഒരു 11ഓളം കോഴ്സുണ്ട്. സിവിൽ എഞ്ചിനീയറിങ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്, അങ്ങനെ ഞാൻ ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന 11ഓളം കോഴ്സ് നിങ്ങൾക്ക് +2 പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് 5 വർഷത്തെ കോഴ്സുകളാണ്. അതിതാ ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോണിക്സ്, അതേപോലെ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ തുടങ്ങി ഏകദേശം 7ഓളം കോഴ്സുകൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുമുണ്ട്. അതുപോലെ തന്നെ 3 ലോ പ്രോഗ്രാംസ് ഉണ്ട്. BBA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ് LLB പ്രോഗ്രാമുകളുണ്ട്. അതേപോലെ വൊക്കേഷണൽ കോഴ്സ് 3 വർഷത്തെ കോഴ്സുകളുണ്ട്. അങ്ങനെ കുറേ ഡിപ്ലോമ കോഴ്സുകളും ലാറ്ററൽ എൻട്രിയും ഒക്കെ ആയിട്ട് കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളുടെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. സാധാരണ ഹയർ സെക്കൻഡറി പാസ്സായ കുട്ടികൾക്കുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറേ കോഴ്സുകൾ താഴേക്ക് PhD ഉൾപ്പെടെ ഉണ്ട്. ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ട ഫീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഓപ്പൺ സ്റ്റേറ്റ് മെറിറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ജനറൽ കാറ്റഗറി കുട്ടിക്ക് മിനിമം, അതായത് 2 എക്സാം എഴുതാൻ വേണ്ടി കുറേ ടൈപ്പ് എക്സാമുകളുണ്ട്. അത് നിങ്ങൾ ടെസ്റ്റ് കോഡ് എന്ന് പറയും. ആ ഡീറ്റെയിൽ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം അതിൻ്റെ ഒരു ഫുൾ PDF തന്നെ തരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ടൈപ്പ് പ്രോഗ്രാമുകളുണ്ട്, ഓരോന്നിനും ഓരോ ടൈപ്പ് എക്സാമുകളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ ഫുൾ പ്രോസ്പെക്ടസ് ഇടാം. നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാം ഏതാണെന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ കോഡ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുക പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ 2 ടെസ്റ്റ് കോഡുകൾ എഴുതാൻ 1200 രൂപയാണ് ഒരു കുട്ടി പേ ചെയ്യേണ്ടത്. എന്നാൽ അത് SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 600 രൂപ അടച്ചാൽ മതിയാവും. ഇനി ഓരോ ടെസ്റ്റ്, ഈ 2 ടെസ്റ്റ് കൂടാതെ മൂന്നാമതൊന്ന് എഴുതുന്നതിന് ഓരോ ടെസ്റ്റിനും 500 രൂപയാണ് ഒരു ജനറൽ കാറ്റഗറി കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ SC/ST കമ്മ്യൂണിറ്റി അത് 250 രൂപയാണ്. ആദ്യത്തെ 2 കോഴ്സിന് ഒരു ഫീ ആണ്. അത് കഴിഞ്ഞുള്ള ഓരോ എക്സാമിനും 250 രൂപ SC/ST കാൻഡിഡേറ്റും 500 രൂപ ജനറൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫീ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എക്സാം വേണം? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബി.ടെക് മാത്രമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു എക്സാമാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് നോക്കണമെങ്കിൽ അടുത്ത എക്സാം എഴുതണം. അങ്ങനെ ആ ഏതൊക്കെ കോഴ്സാണെന്നും അതിന് ഏതൊക്കെ ടെസ്റ്റാണ് പാസ്സാവേണ്ടതെന്നും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യമായതുകൊണ്ടാണ് ഞാൻ ആ ഫുൾ പ്രോസ്പെക്ടസ് കമ്മ്യൂണിറ്റിയിൽ ഇടാമെന്ന് പറഞ്ഞത്. ഇനി അപ്ലൈ ചെയ്യാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നോക്കിയാൽ കാണാം, admission.kusat.ac.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽ നോക്കാം. അപ്ലിക്കേഷനിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷന് ഞാൻ മുമ്പ് പറഞ്ഞ ആ സൈറ്റിൽ നിങ്ങൾ കയറി ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു മെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ആ മെയിലിലേക്ക് നിങ്ങൾക്കൊരു ലിങ്ക് വരും. ആ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു വാലിഡ് ആയിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിലേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടാണ് ബാക്കി പ്രൊസീജിയർ ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ നിങ്ങൾക്കൊരു ഒരു വാലിഡ് മൊബൈൽ നമ്പറും ഉണ്ടാവണം, ഒരു ഇമെയിൽ ID യും ഉണ്ടാവണം ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി. വൺസ് നിങ്ങളൊരു മെയിൽ ID ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്താൽ പിന്നെ ആ മെയിൽ കൊണ്ട് വേറെ രജിസ്ട്രേഷൻ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. ഇനി സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസും റിസർവേഷനും, അതായത് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിലുകളും റിസർവേഷൻ ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിലാണ് സ്റ്റെപ്പ് നമ്പർ 2 കൊടുക്കേണ്ടത്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഫില്ല് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയുടെ പ്രത്യേകത, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, ലാസ്റ്റ് 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം, ക്ലിയർലി വിസിബിൾ ആയിരിക്കണം, ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, 500 KB കൂടുതൽ സൈസ് വരാൻ പാടില്ല, ഡയമെൻഷൻ 150x180 പിക്സലിൽ ഉണ്ടാവുകയും വേണം. ഇത് ഫോട്ടോഗ്രാഫിൻ്റെ സാധാരണ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിൽ ഡേറ്റ് വെക്കണമെന്നൊന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി സിഗ്നേച്ചർ, നിങ്ങളൊരു സിഗ്നേച്ചർ സ്കാൻഡ് ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ സൈസ് 100 KB കൂടാൻ പാടില്ല. 130 പിക്സൽ ടു 57 പിക്സൽ സൈസിലാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി നിങ്ങൾക്കത് സൈൻ ചെയ്ത് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് PNG അല്ലെങ്കിൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ ഇത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ സ്റ്റെപ്പാണ് പ്രോഗ്രാം സെലക്ഷൻ. നിങ്ങൾ ഏത് പ്രോഗ്രാമിനാണ്, ഇപ്പോൾ ബി.ടെക് ആണോ, ഇൻ്റഗ്രേറ്റഡ് MSc ആണോ, BBA LLB ആണോ, BCom LLB ആണോ, വൊക്കേഷണൽ പ്രോഗ്രാമുകളാണോ, ഇതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ സ്റ്റെപ്പിലാണ്. ഇവിടെ നിങ്ങൾ പ്രോഗ്രാം ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് മുമ്പ് ഞാൻ പറഞ്ഞ ഫീ പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ എക്സാമുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 2 എണ്ണത്തിന് ഒരു ഫീ ആണ്, പിന്നീടുള്ള ഓരോന്നിനും
നിങ്ങൾ അഡീഷണൽ ഫീ കൊടുക്കേണ്ടി വരും. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ ഞാൻ ആ കമ്മ്യൂണിറ്റിയിലിട്ട ഫുൾ പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇനി 5ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്കൊരു ഷോർട്ട് പ്രിവ്യൂ, അതായത് നിങ്ങൾ അതുവരെ ചെയ്തതിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് കാണാം. ആ പ്രിവ്യൂവിൽ നിങ്ങൾക്ക്, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ കൺഫേമിങ് ദ ഷോർട്ട് പ്രിവ്യൂ, ഈ പ്രിവ്യൂ നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം യു വിൽ നോട്ട് ബി അലൗഡ് ടു ഗോ ബാക്ക് ടു ദ പ്രീവിയസ് മെനു. അങ്ങനെ നിങ്ങൾ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഴയ ഇതിലേക്ക് പോകാൻ പറ്റില്ല. കൺഫേം ചെയ്യുക. പിന്നീട് ഇതിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ വരികയാണെങ്കിൽ, അതായത് ആ പ്രിവ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അതിന് ചാൻസ് തരും ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. കറക്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് തരും ആഫ്റ്റർ ദ സക്സസ്ഫുൾ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, സക്സസ്ഫുള്ളി നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു കറക്ഷൻ ചാൻസ് തരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചേ ചെയ്യാവൂ. ആ കറക്ഷൻ ചാൻസ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല, ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് സെലക്ഷനാണ്, പേയ്മെൻറ്റ് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന എക്സാമുകൾക്കനുസരിച്ച് അവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഉണ്ടാവും എത്രയാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്, അതനുസരിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം. പിന്നീട് എക്സാം സെൻറ്റർ സെലക്ഷൻ കൂടി വരും. ഓക്കെ, ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക. ഓൺലൈൻ രജിസ്ട്രേഷനും ഫീ പേയ്മെൻറ്റും ഒക്കെ, അതായത് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടി UG/PG എല്ലാ പ്രോഗ്രാമുകൾക്കും ജനുവരി 27 തുടങ്ങി ഫെബ്രുവരി 26 വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഓക്കെ, അതേപോലെ തന്നെ അത് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ്. ഇനി എക്സാം എന്നാണ് നോക്കുക, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അത് 10, 11, 12 തീയതികളിൽ, മെയ് 10, 11, 12 തീയതികളിലാണ് ഉണ്ടാവുക. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത അപ്ഡേറ്റ് വരും. നിലവിൽ ഈ പറഞ്ഞ തീയതികളിലായിരിക്കും എക്സാം നടക്കുക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് കോഴ്സുകളും അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സാമുകളും ഉള്ളതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു ഫുൾ PDF കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ നിങ്ങൾക്ക് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം. ഞാനിതിൻ്റെ ഒരു ഏകദേശം ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞത്. ഈ ഡേറ്റുകൾക്കുള്ളിൽ ഇതെല്ലാം നിങ്ങൾ തീരുമാനമാക്കുകയും വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.